ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്രയും ഭീകരമായ ആക്രമണ പരമ്പരയ്ക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി ഇസ്രയേലിലെയും അമേരിക്കയുടെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് കേവലമൊരു തിരിച്ചടിയല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ നീക്കമാണെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംഘർഷം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും തീവ്രവും മാരകവുമായ ആക്രമണമാണിതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആകാശത്ത് അഗ്നി പടർത്തിക്കൊണ്ട് കുതിച്ചുയരുന്ന നൂറുകണക്കിന് മിസൈലുകൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് പ്രതിരോധ കവചങ്ങൾ പതർന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അമേരിക്കൻ പ്രതിരോധ കോട്ടകൾ തകരുന്നു. ഇറാന്റെ മിസൈൽ കരുത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന പശ്ചിമേഷ്യ. ഇസ്രയേലിന്റെ അതിസുരക്ഷാ കവചമായ അയൺ ഡോമും അമേരിക്കൻ സാങ്കേതികവിദ്യയുടെ അഹങ്കാരമായ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ മിസൈൽ പ്രവാഹത്തിനു മുന്നിൽ വെറും കളിപ്പാട്ടങ്ങളായി മാറുന്ന അവിശ്വസനീയമായ കാഴ്ചയാണിപ്പോൾ പശ്ചിമേഷ്യയിൽ നിഴലിക്കുന്നത്. വർഷങ്ങളായി കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കി അമേരിക്ക പടുത്തുയർത്തിയ സൈനിക സുരക്ഷാ വലയങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രയേലിന്റെ ഹൃദയഭാഗത്തേക്ക് തുളച്ചുകയറുകയാണ്. മിസൈലുകൾ അതിർത്തി കടന്നുവരുന്നത് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഇസ്രയേൽ ജനതയോട് ബങ്കറുകളിലേക്ക് പലായനം ചെയ്യാൻ ഭരണകൂടം ഉത്തരവിട്ടത് ഇറാന്റെ പ്രഹരശേഷിയെക്കുറിച്ച് അവർക്കുള്ള ഭയത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. അത്യാധുനിക റഡാറുകളെയും ഇന്റർസെപ്റ്റർ മിസൈലുകളെയും കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ള ചടുലമായ നീക്കങ്ങളിലൂടെ ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതിയിരിക്കുന്നു. എന്നാൽ ഈ സംഘർഷത്തിന്റെ ഏറ്റവും ഭീകരമായ വശം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കരുത്തായ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിൽ മുഴങ്ങിയ അപായ സൈറണുകളാണ്. അമേരിക്കൻ നാവികസേനയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഈ തന്ത്രപ്രധാന കേന്ദ്രം പോലും ഇറാന്റെ ദൂരപരിധിയിലാണെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. വിമാനവാഹിനി കപ്പലുകളും ഡിസ്ട്രോയറുകളും അണിനിരത്തി മിഡിൽ ഈസ്റ്റിൽ ഭരണം നടത്തുന്ന അമേരിക്കയ്ക്ക് സ്വന്തം ആസ്ഥാനത്തെപ്പോലും സുരക്ഷിതമാക്കാൻ കഴിയാത്ത അവസ്ഥയാണിന്ന്. കടലിലും കരയിലും ആകാശത്തും ഒരുപോലെ ആധിപത്യം സ്ഥാപിക്കുന്ന ഇറാന്റെ മൾട്ടിലെയർ ആക്രമണ ശൈലിക്കു മുന്നിൽ അമേരിക്കയുടെ ഡിറ്ററൻസ് തന്ത്രങ്ങൾ അമ്പെ പരാജയപ്പെടുകയാണ്. അമേരിക്കൻ പണം വാരിക്കോരി നിർമ്മിച്ച ഈ പ്രതിരോധ കോട്ടകൾ ഇറാന്റെ അത്യാധുനിക ആയുധപ്പുരയ്ക്കു മുന്നിൽ വെറും കടലാസു കൊട്ടാരങ്ങളായി മാറുന്നത് ലോകം അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്ക നൽകുന്ന ഉറപ്പുകൾ വിശ്വസിച്ച് ഇറാന്റെ വാതിലിൽ മുട്ടുന്നവർക്ക് ലഭിക്കുന്ന ഈ പ്രഹരം ആഗോള അധികാര സമവാക്യങ്ങൾ മാറുന്നതിന്റെ സൂചനയാണ്. ഇറാന്റെ ഓരോ മിസൈലും വെറുമൊരു സ്ഫോടനമല്ല, മറിച്ച് ദശകങ്ങളായി മിഡിൽ ഈസ്റ്റിൽ വേരൂന്നിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറയിളക്കുന്ന പ്രകമ്പനങ്ങളാണ്. പശ്ചിമേഷ്യയുടെ ആകാശം ഇറാന്റെ അഗ്നിബാധകളാൽ ചുവക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്നത് ആഗോള പോലീസ് ചമയുന്ന അമേരിക്കയുടെ അവസാനത്തെ ആധിപത്യം കൂടിയാണ്. മിസൈലുകൾ വർഷിക്കുന്ന സ്ഫോടനങ്ങളെക്കാൾ മാരകമാണ് ആഗോള വിപണിയുടെ സിരകളെ ലക്ഷ്യവച്ചുള്ള ഇറാന്റെ ഈ നീക്കങ്ങൾ. ലോകത്തിന്റെ ഊർജ്ജകേന്ദ്രമായ പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങളെ യുദ്ധകളമാക്കുന്നതിലൂടെ അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്വത്തെയാണ് ഇറാൻ നേരിട്ട് വെല്ലുവിളിക്കുന്നത്. സൗദി അറേബ്യയുടെ അതിപ്രധാനമായ എണ്ണശുദ്ധീകരണശാലകൾക്കു നേരെ ഇറാന്റെ ചടുലമായ ഡ്രോണുകൾ ഇരച്ചെത്തുമ്പോൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഭയത്തിലാണ്. ഓരോ തവണയും എണ്ണ വിതരണ ശൃംഖലയിൽ ചെറിയൊരു വിള്ളൽ വീഴുമ്പോഴും അമേരിക്കയെ സ്റ്റോക്ക് മാർക്കറ്റുകൾ കൂപ്പുകൂവുകയാണ്. ഇന്ധനവിലയിലെ അസ്ഥിരത അമേരിക്കയിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ ദശകങ്ങളായി ഈ പ്രദേശം അടക്കി ഭരിച്ച സൂപ്പർ പവർ എന്ന അമേരിക്കൻ പദവി ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്വന്തം സഖ്യകക്ഷികളെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനം നൽകി മിഡിൽ ഈസ്റ്റിൽ വേരൂന്നിയ അമേരിക്കയ്ക്ക് ഇന്ന് ആ സഖ്യകക്ഷികളുടെ എണ്ണപ്പാടങ്ങൾക്ക് കാവൽ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിന്നുള്ളത്. പശ്ചിമേഷ്യയിലെ കറുത്ത സ്വന്നത്തിൽ കണ്ണുനട്ട് യുദ്ധങ്ങൾ നയിച്ച അമേരിക്കയ്ക്ക് ഇറാന്റെ ഈ പ്രഹരമേൽപ്പിക്കുന്നത് ആഴത്തിലുള്ള മുറിവുകളാണ്. എണ്ണക്കപ്പലുകളുടെ യാത്ര മുടങ്ങുന്നതോടെ അമേരിക്കൻ വിപണിയിലെ പണപ്പെരുപ്പം നിയന്ത്രണാനുധീയമായി കുതിക്കുന്നു. ആയുധങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ സാമ്രാജ്യത്വത്തെ സാമ്പത്തികമായി തകർക്കുക എന്ന ഇറാന്റെ തന്ത്രം അക്ഷരാർത്ഥത്തിൽ വിജയിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക കരുത്ത് മിസൈലുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ലോകത്തിന്റെ ഊർജ്ജ വിപണിയെ ഒരൊറ്റ നീക്കത്തിൽ നിശ്ചലമാക്കാൻ കഴിയുന്ന ഇറാന്റെ ബുദ്ധിപരമായ നീക്കം അമേരിക്കൻ ആധിപത്യത്തിന്റെ ചരമഗീതം കുറിക്കുന്നതാണ്. ഇറാൻ ഇന്ന് വെറുമൊരു രാജ്യമല്ല, മറിച്ച് ദശകങ്ങളായി ലോകത്തെ വിരട്ടി നിർത്തിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിനുമേൽ ആഞ്ഞടിക്കുന്ന അജയ്യമായൊരു ശക്തിയായി മാറിയിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും പണവും ആയുധങ്ങളും നൽകി സംരക്ഷിക്കുന്ന ഇസ്രയേൽ എന്ന സുരക്ഷിത താവളത്തെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ മിസൈൽ താണ്ഡവം ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതുകയാണ്.
അത്യാധുനിക മിസൈൽ സാങ്കേതികവിദ്യയുടെ കരുത്തും അചഞ്ചലമായ നിശ്ചയദാർഢ്യവും കൈമുതലായുള്ള ഇറാൻ തങ്ങളുടെ മണ്ണിൽ തൊടാൻ വരുന്നവർ ആരുതന്നെയായാലും അത് ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായ മടക്കയാത്ര ഉണ്ടാവില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക വിമാനങ്ങളും പടക്കപ്പലുകളും അറബിക്കടലിലും മെഡിറ്ററേനിയനിലും നിസ്സഹായരായി നിൽക്കുമ്പോൾ ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ശത്രുവിന്റെ കോട്ടകളിലേക്ക് നേരിട്ട് വിരുന്നെത്തുന്നു. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഓരോന്നായി പരാജയപ്പെടുകയും അമേരിക്ക നൽകുന്ന സുരക്ഷാ വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്ന് ലോകം തിരിച്ചറിയുന്ന ഈ ചരിത്രപരമായ നിമിഷത്തിൽ പശ്ചിമേഷ്യയുടെ ഭാവിയും അധികാരത്തിന്റെ താക്കോലും ഇറാന്റെ കൈകളിലേക്ക് മാറുകയാണ്. ദശകങ്ങളായി പശ്ചിമേഷ്യയെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ അമേരിക്ക മെനഞ്ഞ ഓരോ തന്ത്രവും ഇറാന്റെ ചടുലമായ പ്രതിരോധത്തിനു മുന്നിൽ തകർന്നടിയുകയാണ്. ഇന്ന് ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം മാറുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ശത്രുവിനെയും തകർക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയുടെ ആകാശം ഇറാന്റെ മിസൈലുകളാൽ ചുവക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്നത് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന്റെ അവസാന തിരുനാളമാണ്. ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് വെറുമൊരു യുദ്ധത്തിനല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ ഉദയത്തിനാണ്. തങ്ങളുടെ പരമാധികാരത്തിൽ വിദേശ ശക്തികൾ കൈകടത്തുന്നത് അനുവദിക്കില്ല എന്ന ഇറാന്റെ നിലപാടിന് കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം നൽകുന്ന ഈ ഉറച്ച പിന്തുണ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് ആക്കം കൂട്ടുന്നു. ഇറാനിയൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തെ മാനിക്കണം എന്ന ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകളെന്നിരുന്നു ഒരു രാഷ്ട്രീയ പ്രതിരോധമായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആഗോള സമാധാനത്തിന്റെ പേരിൽ നടത്തുന്ന ബാഹ്യ ഇടപെടലുകളെ നിഷിദ്ധമായി വിമർശിച്ചുകൊണ്ട് ഉത്തര കൊറിയ നടത്തിയ ഈ നീക്കം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്. ഫെബ്രുവരി 28-ന് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ദീർഘകാലം ഇറാന് നയിച്ചിരുന്ന അലി ഖാമേനി കൊല്ലപ്പെട്ടതിനു തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ മോജ്തബ ഖാമേനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിച്ചതാണ് നിലവിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങളുണ്ടാകും എന്ന വിലയിരുത്തലുകൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെയും ഉത്തര കൊറിയ വിമർശിച്ചു. ഇറാന്റെ ഭരണഘടനയെയും രാഷ്ട്രീയ സംവിധാനത്തെയും ദുർബലപ്പെടുത്താൻ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുകയാണെന്നും അതിലൂടെ ഇറാന്റെ പ്രാദേശിക സമഗ്രതയ്ക്കും സാമൂഹിക സംവിധാനത്തിനും ഭീഷണി ഉയർത്തുന്നുവെന്നും ഉത്തര കൊറിയ ആരോപിച്ചു. അമേരിക്കയുടെ ദീർഘകാല എതിരാളിയായ ഉത്തര കൊറിയ ഇതിനു മുൻപും ഇറാനെതിരായ US-ഇസ്രയേൽ നടപടികളെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടികളെ നിയമവിരുദ്ധമായ ആക്രമണ പ്രവൃത്തിയായി വിശേഷിപ്പിച്ചിരുന്ന ഉത്തര കൊറിയ ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും പ്രാദേശിക സ്ഥിരതയെയും ദുർബലപ്പെടുത്തുന്നതാണെന്ന് ആവർത്തിച്ചു. ലോകമെമ്പാടും സംഘർഷവും അസ്ഥിരതയും വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളാണ് അമേരിക്കയും ഇസ്രയേലും നടത്തുന്നതെന്നും ഉത്തര കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ഇത്തരം നടപടികൾ ലോകസമൂഹത്തിന്റെ വിമർശനത്തിനും ശക്തമായ പ്രതിഷേധത്തിനും അർഹമാണെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമായിരുന്നു. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കാര്യമായ ഫലം ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്യോങ്യാങ്ങുമായുള്ള ഉന്നതതല ചർച്ചകൾ വീണ്ടും ആരംഭിക്കാൻ ട്രംപ് ഭരണകൂടം കഴിഞ്ഞ മാസങ്ങളിൽ ശ്രമം തുടങ്ങിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾക്കിടയിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നടത്തിയ പ്രസ്താവനയിൽ അമേരിക്ക ഉത്തര കൊറിയയുടെ ആണവ പദവി അംഗീകരിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ഒത്തുചേരാൻ കഴിയുമെന്ന് വ്യക്തമാക്കി. ഇതോടൊപ്പം ഉത്തര കൊറിയ തന്റെ സൈനിക ശക്തി ശക്തിപ്പെടുത്താനുള്ള നടപടികളും തുടരുകയാണ്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഒരു നാവിക കപ്പലിൽ നിന്ന് തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണം നിരീക്ഷിച്ചതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ചോ ഹ്യോൺ എന്ന നാവിക കപ്പലിൽ നിന്നാണ് ഈ പരീക്ഷണം നടന്നതെന്നും ഉത്തര കൊറിയൻ നാവികസേനയെ ആണവ യുദ്ധങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ശക്തവും വിശ്വസനീയവുമായ ആണവ നിരധാന സംവിധാനം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കിം ഈ അവസരത്തിൽ ഊന്നിപ്പറഞ്ഞതായും KCNA റിപ്പോർട്ട് ചെയ്തു. ഈ പരീക്ഷണം നടന്നത് അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് ആരംഭിച്ച ഫ്രീഡം ഷീൽഡ് എന്ന വസന്തകാല സൈനികാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ സംയുക്ത അഭ്യാസം മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കാമെന്ന മുന്നറിയിപ്പാണ് ഉത്തര കൊറിയ നൽകുന്നത്. ഇത്തരം അഭ്യാസങ്ങൾ വെറും പ്രതിരോധ നടപടികൾ മാത്രമല്ല, മറിച്ച് ഭാവിയിലെ മുൻകൂർ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് പ്യോങ്യാങ് ആരോപിച്ചു. ഉത്തര കൊറിയൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റിയുടെ മുൻ പ്രസിഡന്റായ യാങ് മൂജിൻ അഭിപ്രായപ്പെട്ടത് നിലവിലെ സാഹചര്യത്തിൽ ഉത്തര കൊറിയ തന്റെ യുദ്ധപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ന്യായീകരണം അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നാണ്. ഇറാനിലെ സംഘർഷം, അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസങ്ങൾ, ആഗോള ശക്തി സമവാക്യങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഉത്തര കൊറിയ തന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളായി മാറുന്നു. ഇതിനിടെ ഇറാനിലെ പുതിയ നേതൃമാറ്റവും അതിനെ ചുറ്റിയുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളും ലോക രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്.
പശ്ചിമേഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും ഈ പുതിയ സംഭവവികാസങ്ങൾ ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും അടുത്ത കാലത്ത് കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്.